ബിനോയ് വിശ്വം ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. CPI എന്തുമാത്രം ഒരു 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 നിലവാരമില്ലാത്ത പാർട്ടിയാണെന്നുള്ളതിൽ തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. പിണറായി വിജയന്റെ അഴിമതി ഇത്രയധികം അദ്ദേഹത്തിനെതിരെ പറയാൻ ഇവിടെ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? CPIക്കാർ പറയാണ് പിണറായി വിജയനും കുടുംബവും നടത്തുന്ന അഴിമതി, അങ്ങനെ ഒരു അഴിമതിയേ ഇല്ല, അദ്ദേഹത്തിനെതിരെ എന്തും പറയാൻ ആരാണ് ഇപ്പോൾ പിന്നിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ അറിയോ, CPIയെ പോലെ ഇതുപോലെ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ അഴിമതി നടത്തുന്ന വേറൊരു പാർട്ടി കേരളത്തിലില്ല. ഒന്നാം തരം കൊള്ളക്കാരുടെ പാർട്ടിയാണ് CPI. ഉദാഹരണത്തിന് റവന്യൂ വകുപ്പിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ ഭൂപതിവ് നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഭൂമി കൈവശം വെക്കുന്നവരുടെ മുഴുവൻ വിവരങ്ങളും എടുത്ത് അവരെല്ലാം ഫയലുകളാക്കി അവരുടെ എല്ലാം പണം വാങ്ങുന്ന ഏർപ്പാടാണ്. മൂന്നാറിൽ CPMനെതിരെ യുദ്ധം ചെയ്യുന്നു, പക്ഷെ എല്ലാ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കും CPI കൂട്ടുനിൽക്കണം. കൃഷി വകുപ്പിലും റവന്യൂ വകുപ്പിലും ഭീകരമായ കൊള്ളയാണ് നടക്കുന്നത്. ഒന്നാം തരം അഴിമതിക്കാരുടെ പാർട്ടിയാണ്. മാധ്യമങ്ങളെല്ലാം CPIക്കാരെ അവരൊരു മൃദു സമീപനമാണ് എടുക്കുന്നത്. വലിയ തത്വശാസ്ത്രം പറഞ്ഞിട്ട് ഒന്നാം തരം അഴിമതി നടത്തുന്ന വനം വകുപ്പിൽ നടക്കുന്നത് എന്താണ്? CPIക്കാരുടെ കയ്യിൽ നിന്ന് നേരത്തെ വനം വകുപ്പ് അവരുടെ കയ്യിലായിരുന്നു. ആ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പിലും കൃഷി വകുപ്പിലും എല്ലാം നടക്കുന്നത് ഇത് തന്നെയാണ്. ക്ഷീരവികസന വകുപ്പിലും എല്ലാത്തിലും തട്ടിപ്പാണ്. അപ്പോൾ അഴിമതി CPI സാധാരണ പുറത്തേക്ക് പറയുന്നത് ഞങ്ങൾ CPMന്റെ അഴിമതി ചോദ്യം ചെയ്യുന്നവരാണ്. പക്ഷെ ബിനോയ് വിശ്വം കാനം മരണപ്പെട്ടു പോയി. അദ്ദേഹം നേരത്തെ എല്ലാ കാര്യത്തിലും പിണറായി വിജയന് ജാമ്യം എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു. കാനം ചെയ്തതിനേക്കാൾ കൂടുതൽ ജാമ്യം എടുക്കലാണ് CPIയുടെ നേതാവ് ബിനോയ് വിശ്വം ചെയ്യുന്നത്. അഴിമതിക്കാരുടെ പാർട്ടിയാണ് CPI. അതുകൊണ്ട് ഇത് ഒരു പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്, പരസ്പരം പുറം ചൊറിയുന്ന ഒരു രാഷ്ട്രീയമാണ് CPI കാണിക്കുന്നത്. അതുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിലും കോൺഗ്രസ് വിരുദ്ധതയുടെ കാര്യത്തിലും എല്ലാം ഇപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം നടത്തിയ പ്രസ്താവനയാവട്ടെ, പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രസ്താവനയാവട്ടെ, ഇത് രണ്ടും അതാണ് കാണിക്കുന്നത്. പക്ഷെ ബിനോയ് വിശ്വം പറയുന്നത് അങ്ങനെയല്ലല്ലോ. പിണറായി വിജയൻ വളരെ നല്ല ആളാണ്. അദ്ദേഹത്തെ ആരാണ് ഇങ്ങനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇത്തരം വിമർശനങ്ങൾ ആരാണ്, അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. CPM ഗോവിന്ദ മാഷ് പോലും പറയാത്തൊരു കാര്യമാണ്. പിണറായി വിജയനെ എന്തും പറയാമെന്ന് വിചാരിക്കുന്നവരെ കണ്ടെത്തണം എന്നുള്ള കാര്യം ഇതുവരെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടില്ല. പക്ഷെ ബിനോയ് വിശ്വം പറയാൻ, ഇതാണ് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം. അല്ല, BJP ആണല്ലോ അവിടെ ശരിയായ നിലയിൽ മത്സരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇവര് വെറുതെ ഒരു ഷേഡ് ഓഫ് ഫൈറ്റ് ആണ് നടത്തുന്നത് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമല്ലേ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നല്ല മത്സരം ഉണ്ടാവും, നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങൾ നടത്തും. INDA മുന്നണിക്കെതിരായി NDA നടത്തുന്ന രാഷ്ട്രീയ മത്സരം ശക്തമായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കും. അല്ല, അത് പാർട്ടി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും. പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരളീധരനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറയുകയും ചെയ്ത ഒരാളാണല്ലോ. അപ്പം അദ്ദേഹം ഇല്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. വട്ടിയൂർക്കാവിലേക്ക് ഞാൻ വളരെയധികം 2 കൊല്ലം മുമ്പേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് പോയിന്റിനോട്, ആ പറഞ്ഞ ആശയത്തോടുള്ള പ്രതികരണം ആർക്കും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം പറയുന്നില്ല. പകരം വെള്ളാപ്പള്ളി നടേശനെ ക്രൂശിക്കുകയാണ്. ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു 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 പൊതു നിലപാട് തന്നെ അതാണല്ലോ. ഇപ്പോ ഒരു ലോക്കൽ സെക്രട്ടറിയെ നിങ്ങൾ കണ്ടോന്നറിയില്ല വാർത്ത, തിരുവമ്പാടിയിൽ ഒരു ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നടപടി എടുത്തിരിക്കുക. അദ്ദേഹം ഒരു പ്രത്യേക മതത്തിനെതിരെ നേതൃത്വത്തിനെതിരെ ഒരു നിലപാട് പറഞ്ഞു. അത് അവിടുത്തെ വിഷയമാണ്. അപ്പോഴേക്കും നടപടി എടുക്കുകയാണ്. തിരിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സലാം പറഞ്ഞിരിക്കുന്നു എന്താണ്? G. സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ, നടപടി എടുത്തോ? അതായത് മുസ്ലിം മതമൗലികവാദികൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് ഇട്ടാൽ
പോസ്റ്റ് ഇട്ടാൽ അപ്പം പുറത്താക്കാണ്. സലാം പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് എന്ന് സുധാകരനെതിരെ പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു നടപടിയുമില്ല. ഞാനിത് എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ആലപ്പുഴയിലെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ഒരു പ്രത്യേക സമുദായത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുകയാണ് പിണറായി വിജയനും സംഘവും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ മറന്നുകൊണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി ആ പാർട്ടിയെ കെട്ടുകയാണ്. അവർക്ക് മുമ്പിൽ അടിയറവ് പറയുകയാണ്. വോട്ട് ബാങ്കിന് വേണ്ടി നിർലജ്ജം ഒരു പ്രത്യേക സമുദായത്തിന് അടിയറവ് പറയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. പ്രകോപനപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതാണ് പാർട്ടിക്കകത്ത് കാണുന്നത്. സലാം എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഗണപതിയെ പരസ്യമായി തള്ളിപ്പറയാൻ സ്പീക്കർ അത് കുഴപ്പമില്ല. നോക്കൂ, നിങ്ങൾ നടപടിയെടുത്തോ? ലോക്കൽ സെക്രട്ടറിക്ക് അത് നടപടിയെടുത്തു. തിരുവമ്പാടിയിൽ പരസ്യമായിട്ടാണ് ഷംസീർ 2 തവണ ഗണപതി ആക്ഷേപിച്ചത്. നടപടിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അത് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പുറത്ത് കുതിര കയറിയത് കൊണ്ടോ അവർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ടോ കാര്യമില്ല. തരംഗം പോയി എന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കുന്നത് കൊള്ളാം. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് BJPക്ക് അതെന്താണ് BJPയുടെ സാധ്യതകൾ എന്നതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പല മാധ്യമങ്ങളും, അതുവരെ മിണ്ടാതിരുന്ന പല ആളുകളും BJP നടത്തിയ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ സംബന്ധിച്ച്, അത് കടന്ന് കയറിയ മേഖലകളെ സംബന്ധിച്ചെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ ആൾക്കാരാണ്. നിങ്ങളുടെ ചാനലൊക്കെ കുറേ ഇതിറക്കിയിരുന്നു, എന്താ പറയുക, എക്സിറ്റ് പോൾ, പ്രീ പോൾ ആണെങ്കിൽ കുഴപ്പമില്ല, എക്സിറ്റ് പോൾ സർവേകൾ ഇറക്കിയിരുന്നു. അവിടെയൊക്കെ പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് തന്ന ശതമാനം ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കണം. പല പാർലമെന്റ് മണ്ഡലങ്ങളിലും BJPക്ക് തന്ന ശതമാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് വോട്ടെണ്ണതിന് 2 ദിവസം മുമ്പ്. അതുകൊണ്ട് മോദി തരംഗവും അവസാനിച്ചിട്ടില്ല. BJPയുടെ സാധ്യതകളും ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വേറെ 2-3 പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനം. ഈ വർഷം യോഗ ദിനത്തിൻ്റെ 10ാം വാർഷികമാണ്. അത് വ്യാപകമായിട്ട്, സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പരിപാടികളോടുകൂടി പാർട്ടിയും ആചരിക്കുകയാണ്. കേരളത്തിലെ 280 പാർട്ടി മണ്ഡലങ്ങളിലും അന്നേ ദിവസം യോഗാ ദിനാചരണ പരിപാടികൾ ഉണ്ടാവും. കാലത്ത് പരിസ്ഥിതി പ്രവർത്തകര്, സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ, അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും യോഗാദിന പരിപാടികളിൽ പങ്കെടുപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ മോർച്ചകളും സെല്ലുകളും ജില്ലാടിസ്ഥാനത്തിൽ യോഗദിന പരിപാടികൾ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൽ 25-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ, ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടത്തിയ അതിക്രമങ്ങളെ സംബന്ധിച്ച് പുതിയ തലമുറയെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഭരണഘടന മാറ്റുന്നു, മോദി 400 പാർ 400-ലധികം സീറ്റ് നേടിക്കഴിഞ്ഞാൽ മോദി ഭരണഘടന തിരുത്തി എഴുതും, സംവരണം ഇല്ലാതാക്കും, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രചാരണങ്ങൾ IND മുന്നണി, കേരളത്തിലാണെങ്കിൽ LDFും UDFും നടത്തിയിരുന്നു. പക്ഷേ മോദി മാത്രമാണ് ഇതുവരെ ഒറ്റ തവണ പോലും 356-ാം വകുപ്പ് പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രധാനമന്ത്രി. മോദിയോ വാജ്പേയിയോ BJP ഭരിച്ച ഒരു പ്രധാനമന്ത്രിയോ 356-ാം വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല. 100-ലേറെ തവണ 356-ാം വകുപ്പ് ഉപയോഗിച്ചവരാണ് കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും. എന്നിട്ട് അവരാണ് പറയുന്നത് BJP ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ സംവരണം എടുത്തു കളയുന്നു. സംവരണം ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യ മുന്നണി പറഞ്ഞു സംവരണം BJP വന്നാൽ എടുത്തു കളയും. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം സ്വേച്ഛാധിപത്യം, ജനാധിപത്യ വിരുദ്ധ നടപടികൾ, ഭരണഘടനയെ തകർക്കുന്ന നടപടികൾ,
ഇതിനെല്ലാം എതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഈ വർഷത്തെ അടിയന്തരാവസ്ഥ ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. മറ്റൊന്ന് പറയട്ടെ, ഇങ്ങനെ തിരക്ക് പിടിക്കില്ല. മറ്റൊന്ന് ജൂൺ 23 മുതൽ ജൂലൈ 6 വരെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരമദിനം മുതൽ ജന്മദിനം വരെയുള്ള 2 ആഴ്ചക്കാലം വിപുലമായിട്ടുള്ള ബൂത്ത് അടിസ്ഥാനത്തിൽ ഉള്ള പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കാം എന്നുള്ളതല്ല, എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ പ്രവർത്തകർ പോയി ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഈ കാലയളവിൽ കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരും മാതാവിൻ്റെ പേരിൽ ഒരു മരം എന്ന് പറഞ്ഞാൽ വീടുകളിൽ, പൊതുസ്ഥലങ്ങളിൽ സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ ഈ ജൂൺ 23 മുതൽ ജൂലൈ 6 വരെയുള്ള കാലയളവിൽ എല്ലാ BJP പ്രവർത്തകരും അനുഭാവികളും ഒരു മരം നടാൻ സൗകര്യം സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അവിടെ തന്നെ നടാം. മരം നടാൻ സൗകര്യമില്ലാത്ത വീടുകളിൽ, മരം നടാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ അവർ ഒരു മരം നടുകയും അത് സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മരം മാതാവിൻ്റെ പേരിൽ, ഇതാണ് ആ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം. മറ്റൊരു കാര്യം, കേരളത്തിലെ 2 പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ, നരേന്ദ്രമോദി സർക്കാർ 2 മന്ത്രിമാരെ കേരളത്തിന് നൽകിയിരിക്കുകയാണ്. ആ 2 മന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ ശ്രീ ജോർജ് കുര്യനും കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതു സ്വീകരണം, വലിയൊരു സ്വീകരണം ഞങ്ങൾ പാലക്കാട് വെച്ച് ജൂലൈ 5-ാം തീയതി പാലക്കാട് വെച്ച് വലിയൊരു പൊതു സമ്മേളനത്തിൽ വെച്ചിട്ട് ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ ജോർജ് കുര്യനും സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയും തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലും എല്ലാം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃയോഗം 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി കൊച്ചിയിൽ ചേരും.